ചെങ്കയോല ഇന്ത്യ IMSമ്മയുടെ പ്രിയ മക്കളെ, എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയുവാനുണ്ട്. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു. യോഹന്നാൻ പത്മോസ് ദ്വീപിൽ നാടുകടത്തപ്പെട്ടവനായി താമസിക്കുന്ന കാലത്ത് ഏകാന്തതയിൽ ഇരിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ സ്വർണ്ണദീപ പീഠങ്ങളുടെ നടുവിൽ നിൽക്കുന്നവനായി കണ്ടു. ദർശനത്തിൽ കണ്ട യേശുവിൻ്റെ നിർദ്ദേശപ്രകാരം ഏഷ്യ മൈനറിലെ 7 സഭകൾക്ക് ഓരോ ചെറു ലേഖനം എഴുതി. ആ കൂട്ടത്തിൽ എഫേസസിലെ സഭയ്ക്കെഴുതിയ എഴുത്തിലെ ഒരു വാക്യമാണ് ഇത്. വളരെ സദ്ഗുണങ്ങൾ ഈ സഭയ്ക്കുണ്ടായിരുന്നെങ്കിലും ആദ്യ സ്നേഹം നഷ്ടപ്പെടുത്തിയിരുന്നു. സോളമൻ രാജാവ് യൗവനകാലത്ത് ജ്ഞാനസമ്പാദനത്തിലും ദൈവഭക്തിയിലും ജീവിതം നയിച്ചു. കാലാന്തരത്തിൽ വിഷയാസക്തനായി ദൈവഭയമില്ലാത്തവനായി തീർന്നു. തൽഫലമായി അന്ത്യകാലം സമാധാനമില്ലായ്മയിൽ കഴിക്കാനിടയായി. രാജാവിൻ്റെ കാലശേഷം രാജ്യം ഛിന്ന ഭിന്നമായി. യൂദാസ്കറിയോത്ത ആദ്യ സ്നേഹം നഷ്ടപ്പെടുത്തി. ആദ്യം ഗുരുവിനെ സ്നേഹിച്ചെങ്കിലും അവസാനം ഗുരുവിനെ ഒറ്റിക്കെടുത്തു. ആ ജീവിതം ആത്മഹത്യയിൽ കലാശിച്ചു. ദൈവദൂതന്മാർ പിശാചികളായിത്തീർന്ന അവസ്ഥ. ആദ്യ സ്നേഹം നഷ്ടപ്പെടുത്തിയ ദൈവദൂതന്മാർ പിശാചുക്കളായെങ്കിൽ ആദ്യ സ്നേഹം നഷ്ടപ്പെടുത്തുന്ന മനുഷ്യൻ്റെ നില ഭയങ്കരമായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നാളുകൾ കഴിയുന്തോറും പരീക്ഷകളിന്മേൽ വിജയമാണോ പരാജയമാണോ കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ബാല്യകാലത്തുണ്ടായിരുന്ന ജീവിത നൈർമല്യവും ദൈവാശ്രയവും ജീവിതനിഷ്ഠയും ഇന്നുണ്ടോ? യൗവനാരംഭത്തിൽ ചെയ്ത തെറ്റുകളെപ്പറ്റി അനുതപിച്ച് പുതുക്കി പ്രതിഷ്ഠിച്ചത് ഇപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം സജീവമാണോ? ക്രിസ്തീയ ജീവിതം വളരുന്ന ജീവിതമാണ്. ആദ്യകാല താല്പര്യം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പുതുക്കിയ തീരുമാനത്തോടുകൂടി ജീവിതം പുനരാരംഭിക്കുവാൻ ഇനിയും കാലം നീട്ടിവെക്കരുതേ. മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. പുരോഗമിക്കാത്ത ജീവിതം സ്വയമേവ അധപ്പതിക്കും. IMSമ്മ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. നിങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.